ഇന്നെൻ്റെ ഒരു ബിസി ഈവനിങ് ആട്ടോ ഞാൻ പറയണത്. ഞാൻ ക്ലിനിക്കിൽ നിന്ന് വരണ വഴി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങി പിന്നെ വീട്ടിലെത്തി. പിന്നെ എപ്പോഴും പുട്ടപ്പ് ചെയ്യുന്നതുകൊണ്ട് മുടി ഒന്ന് അഴിച്ച് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ആശ്വാസമാണ്. പിന്നെ ക്ലിനിക്കിൽ കയറിയിട്ട് ഡയറക്റ്റ് വീട്ടിലോട്ട് വന്നുകൊണ്ട് കൈയൊക്കെ കറക്റ്റ് നമ്മൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കിൽ തന്നെ കഴുകാൻ കഴിവതും ശ്രമിക്കാറുണ്ട്. ഡയറക്റ്റ് വീട്ടിലോട്ട് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ബാക്കി ഈവനിങ് റൊട്ടീൻസിൽ ഡിന്നർ ഉണ്ടാക്കണം, പിന്നെ കുറച്ച് പഠിത്തവും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർമാൻ്റെ കണക്കിനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഓടിയ ക്ലിനിക്ക്, അവിടുന്ന് ഓടിയ വീട്, എല്ലാം കഴിഞ്ഞിട്ട് പഠിത്തം, അങ്ങനെ. പിന്നെ ഷോപ്പിംഗ് ചെയ്ത കുറച്ച് സാധനമുണ്ട്. 2-3 പാട്ടകളൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഡപ്പികളൊക്കെ ഇട്ട് വെക്കാൻ. എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നതെന്ന്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ എനിക്ക് ഒരു പ്രത്യേകതയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്ലാബൊക്കെ തുടച്ചിട്ടുണ്ട്. അത് ക്ലിനിക്കാണെങ്കിലും കൈയാണെങ്കിലും എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കാപ്പി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കാപ്പിയിലോട്ട് പോകുന്നുണ്ട്. കാപ്പി ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കുറച്ച് പൊതുവേ തിരക്കുള്ള ദിവസങ്ങളിൽ ഈവനിങ് ഭയങ്കര ഓട്ടമായിരിക്കും. കാരണം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. എന്നെ ഞാൻ തന്നെ നോക്കണം. അമ്മയൊക്കെ കുടുംബത്തായതുകൊണ്ട് വേറെ ആരുമില്ല എന്നെ നോക്കാൻ. പിന്നെ നടായിരിക്കുന്ന മൺകപ്പ് ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് പോയി വരണ വഴിക്ക് ഒരു ഹോൾസെയിലായിട്ട് കൊടുക്കണ കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. 5 രൂപയോ 6 രൂപയോ അങ്ങനെ അത് മുതൽ സാധനങ്ങൾ കിട്ടണ ഒരു സ്പോട്ടിൽ നിന്നാണ് ഞാനത് വാങ്ങിയേക്കണേ. പിന്നെ എനിക്ക് ഈവനിങ് വന്നിട്ട് ചായ കുടിക്കുമ്പം കുറച്ച് കാലമായിട്ട് ഞാൻ എൻ്റെ പഴയ ശീലങ്ങളൊക്കെ പൊടിതട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം ബുക്ക് വായിക്കുന്ന എനിക്ക് കുറച്ചൊരു ഹരമായി തുടങ്ങിയിട്ടുണ്ട്. അത് മലയാളം ഇംഗ്ലീഷും ഞാൻ വായിക്കാറുണ്ട്. ഇപ്പം അതൊരു റൊട്ടീനായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ മഴയൊക്കെയാണ്. നമ്മുടെ വരാന്തയിൽ ഇരുന്നിട്ട് ഒരു ബുക്ക് വായിക്കുമ്പം എന്തോ ഒരു പ്രത്യേക ഫീൽ. ആ വായിക്കുന്ന ബുക്ക് നിങ്ങൾ വിചാരിക്കും ഭയങ്കര റൊമാൻറ്റിക്കും കാര്യങ്ങളാണ്. ഒരിക്കലും അല്ല. ശരിക്കും ഒരു ഈ ഫസ്റ്റ് ഇയർ MBBS കുട്ടികളുണ്ടല്ലോ, അവർ ഈ അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ പഠിപ്പിക്കാൻ വരണ ഒരു മാം ഉണ്ട്. ആ കടാവറിനെ പറ്റിയുള്ള സ്റ്റോറിയാണ് വായിക്കണത്. കണ്ടാൽ വിചാരിക്കും മെലഡിയൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ഡിന്നറിന് മുന്നേ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് സ്ഥലങ്ങളിലൊക്കെ എടുത്തു വെച്ച് ഇനി ഡിന്നർ പരിപാടിയിലോട്ടാണ് കേട്ടോ. നാളത്തേക്ക് എനിക്ക് കുറച്ച് കടല കഴിക്കാൻ തോന്നിയിട്ട് കുതിർത്തിടുന്ന സീനാണ് നടക്കുന്നത്. ആ ഇരിക്കണതാണ് ഞാൻ പറഞ്ഞ ബുക്ക്, ബോഡി ലാബ് എന്നാട്ടോ അതിൻ്റെ പേര്. ഒരു രജത്ത് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഓഥർ കേട്ടോ. നല്ല ബുക്കാണ്. പറ്റുക വെച്ചാൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഡിന്നർ പരിപാടിയിലോട്ട് എൻ്റെ ചപ്പാത്തിയും കാര്യങ്ങളും ഒക്കെ ഇതാക്കുന്നു. നെയ്യ് ഒഴിക്കുന്നത് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നെയ്യ് ഉപയോഗിക്കാറുണ്ട്. അമ്മ ഉണ്ടാക്കിയ നെയ്യാട്ടോ, ഹോം മെയ്ഡാണ് അത്. നെയ്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി രാത്രി പ്രത്യേകിച്ച് രാത്രി വേറെ ചായയും കാര്യങ്ങളൊന്നും കുടിക്കാൻ നിൽക്കാറില്ല. ഈവനിങ്ങിൽ ചായയും കാര്യങ്ങളും തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത്താഴം കൃത്യമായിട്ട് ഏകദേശം ഒരു 8 മണിക്കകം ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അതും കഴിഞ്ഞിട്ട് ഇനിയാണ് ഏറ്റവും ടാസ്ക്. ഇത്രയും പണിയൊക്കെ കഴിഞ്ഞ് ക്ലിനിക്കിലെ വർക്കും കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പഠിക്കുന്ന എന്നെ കൊണ്ട് നടക്കണമല്ല. അതിനിടയ്ക്കാണ് ഏറ്റവും നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണൻ്റെ അവസ്ഥയാണ്. തീരുമ്പോൾ എവിടുന്നാണ് ഈ പാത്രമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ്